ഹായ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം സമയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങണം. നമുക്ക് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, ഡ്രയർ വെച്ചിട്ട് കൂളിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫേസിൽ ജസ്റ്റ് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ, ലൈറ്റ് മോയ്സ്ചറൈസർ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷുഗറിൻ്റെ പ്രൈമിങ് മോയ്സ്ചറൈസറും കൊടുത്തിട്ട് കളർ കറക്ടറാണ് കൊടുക്കുന്നത്. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണിനെ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗേളിൻ്റെ ഒരു ഓറഞ്ച് കളർ കറക്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ചേംബറിൻ്റെ ആണ് കൊടുക്കുന്നത്. സെറം ബേസിലുള്ള ഫൗണ്ടേഷൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേംബറിൻ്റെ തന്നെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അത് അണ്ടർ ഐ മാത്രമേ കൊടുക്കുന്നുള്ളൂ. റിങ്കിൾസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ഐ മാത്രം കൊടുത്തത്. പിന്നെ ഐ ഷാഡോ ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് ഐ ഷാഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്നർ പോർഷനിൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെയും മേളിലും ഒന്ന് ലൈൻ ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക, അപ്പം നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ഐ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ലിപ്പ് ലൈനർ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ചുണ്ടുള്ളവർ ചെറുതാക്കി തോന്നാൻ വേണ്ടിയിട്ട് ഇന്നർ പോർഷനിൽ ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറിയ ചുണ്ടുള്ളവർ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇൻസൈറ്റിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഷുഗർ പാലറ്റിലെ ബ്ലഷാണ് കൊടുക്കുന്നത്. ബ്ലഷ് കൊടുത്തു. പിന്നെ NYBയുടെ ലിക്വിഡ് ഹൈലൈറ്ററും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ചീക്സിന് മുകളിലും അതുപോലെ നോസ് ഏരിയാസിലൊക്കെ നന്നായിട്ട് ഹൈലൈറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സാരിയാണ് വെയർ ചെയ്യുന്നത്. ഒരു പിങ്ക് കളർ ഷിഫോൺ സാരിയാണ് കേട്ടോ. ബ്ലൗസ് വന്നിട്ട് ഒരു ബ്ലൂ കളറിൽ ബ്ലൂ ആൻഡ് പിങ്ക് കോൺട്രാസ്റ്റ് വരുന്ന ഒരു ഓർഗൻസ മെറ്റീരിയലിൻ്റെ പഫ് സ്ലീവ് കൊടുത്തിരിക്കുന്ന ബ്ലൗസാണ്. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ്. അപ്പോൾ ഷിഫോൺ സാരീസ് നമുക്ക് ഇങ്ങനെയുള്ള പെട്ടെന്ന് പോകേണ്ട ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സാരിയാണ് കേട്ടോ ഷിഫോൺ സാരീസ്. പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് പിന്നെ വെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഷിഫോൺ സാരീസിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ പല്ലുവിന് പ്ലീറ്റ്സ് കൊടുക്കുന്നില്ല. പല്ലു അങ്ങനെ വിടുകയാണ്. പിന്നെ സെൻറ്റർ പ്ലീറ്റ്സ് ഞാൻ ഒത്തിരി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൻറ്റർ പ്ലീറ്റ്സ് ഒത്തിരി കിടക്കുന്നത്. അത് ഇങ്ങനെയുള്ള സാരികൾക്കെല്ലാം തന്നെ വിത്ത് ബ്ലൗസ് വരുന്ന സാരികളെല്ലാം ഞാൻ കട്ട് ചെയ്യാറേ ഇല്ല. എക്സ്ട്രാ ബ്ലൗസ് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് ഒത്തിരി ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഈ സെൻറ്റർ പ്ലീറ്റ്സ് നമുക്ക് ഒത്തിരി കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ വെയർ ചെയ്യുന്ന പോലെ വെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അതായത് എങ്ങും കാണുന്നുണ്ടെന്നോ അങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് തോന്നാറേ ഇല്ല. പിന്നെ ഇതുപോലെ തന്നെ നല്ല കംഫർട്ടബിളാണ്. ഷിഫോൺ സാരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമുള്ള സാരീസാണ് ഷിഫോൺ സാരീസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളൊരു പൊട്ടും കൂടെ വെക്കുന്നുണ്ട്, ഒരു സ്റ്റോൺ ടൈപ്പ് പൊട്ടും. പിന്നെ ഇയറിങ്സ് അടിയിലൊരു ബ്ലൂ ബോൾസ് വരുന്ന ഒരു ഇയറിങ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.